കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ 29-ാം തീയതി വൈകിട്ട് 7 മണിക്ക് പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യദയാൽ, അമൃത സുരേഷ്, സിദ്ധാർത്ഥ് മേനോൻ എന്നിവർ ഒരേ രീതിയിൽ ഒന്നിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ് പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ ബൈന പ്രദീപ് തിരഞ്ഞെടുക്കപ്പെട്ടു. തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെയാണ് ബൈന പ്രദീപ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. UDF-ലെ 5 അംഗങ്ങളും തെരഞ്ഞെടുപ്പ് നടപടികളിൽ നിന്നും വിട്ടുനിന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗം നൌമി പ്രസാദാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബൈന പ്രദീപിന്റെ പേര് നിർദ്ദേശിച്ചത്. രഞ്ജിനി സത്യൻ പിന്തുണച്ചു. എതിർ സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ വരണാധികാരി MK സ്മിത ബൈന പ്രദീപിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. ഇത് 2ാം തവണയാണ് ബൈന പ്രദീപ് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത്. 2015-2020 കാലയളവിലാണ് നേരത്തെ പ്രസിഡന്റായിരുന്നത്. 17ാം വാർഡിൽ നിന്നാണ് ബൈന പ്രദീപ് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ TK ചന്ദ്രബാബു അധ്യക്ഷനായി. വിവിധ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, CB അബ്ദുൽ സമദ്, MU ഉമറുൽ ഫാറൂഖ്, PK ഹംസ, TA അബ്ദുൽ മജീദ്, AV സതീഷ്, ഷീന വിഷൻ, PK ഷാജു, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. എടതുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPM-ലെ TK ചന്ദ്രബാബു തിരഞ്ഞെടുക്കപ്പെട്ടു. TK ചന്ദ്രബാബുവിന് 14 വോട്ടും എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ഷാജി കണ്ണങ്കിലകത്തിന് 5 വോട്ടും ലഭിച്ചു. വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട TK ചന്ദ്രബാബുവിന് പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 2020-2025 കാലയളവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു TK ചന്ദ്രബാബു. 9ാം വാർഡിൽ നിന്നുമാണ് TK ചന്ദ്രബാബു വിജയിച്ചത്. പൂർത്തീകരണ ഘട്ടത്തിലേക്ക് നിൽക്കുന്ന പദ്ധതികൾക്കായിരിക്കും ഈ ഭരണസമിതി മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ പ്രവർത്തിക്കും. അതോടൊപ്പം പഞ്ചായത്തിൻ്റെ വികസനവും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഈ ഭരണസമിതിയോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്